നമസ്കാരം, ഞാൻ രശ്മി. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചായക്കട സ്പെഷ്യൽ റവ പത്തിരിയാണ്. നല്ല ടേസ്റ്റ് ആണ്. ഇത് ഞാൻ റിക്വസ്റ്റ് വന്നതിന്റെ ബേസിലാണ് ഉണ്ടാക്കുന്നത്. റിക്വസ്റ്റ് ചെയ്ത ആൾ വീണ്ടും വീണ്ടും ചോദിക്കുന്നു. ഞാനത് മറന്നിരിക്കുകയായിരുന്നു. പണ്ട് സ്റ്റേറ്റ് ആയിട്ട് ഉണ്ടാക്കുന്നതായിരുന്നു പൊരിച്ച പത്തിരി. നല്ല ടേസ്റ്റ് ആണ്. അപ്പോൾ ഓർമ്മിപ്പിച്ചതിന് താങ്ക്സ്. ഞാനിപ്പം കുറച്ച് വൈകുന്നുണ്ട് റെസിപ്പീസ് ഒക്കെ പോസ്റ്റ് ചെയ്യാനായിട്ട്. ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്. കുറച്ച് തിരക്കായി പോകുന്നുണ്ട്. മോളുടെ എക്സാം ആണ്, +2 അല്ലേ. അപ്പം നമ്മുടെ ആവശ്യം ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ വേണ്ടേ കൂടെ ഇരിക്കാനായിട്ട്. പഠിപ്പിക്കാനൊന്നുമല്ല, ജസ്റ്റ് ഒരു മോറൽ സപ്പോർട്ട്, അത്രമാത്രം. അപ്പൊ ഇനി നമ്മുടെ റവ പത്തിരിയുടെ കാര്യം 100% നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ഒരു പ്രാവശ്യം ഉണ്ടാക്കി നോക്കിയാൽ തീർച്ചയായിട്ടും വീണ്ടും വീണ്ടും നിങ്ങൾ ഉണ്ടാക്കും. ഇത് ഞങ്ങൾ സാധാരണ ചിക്കൻ കറിയുടെ കൂടെയാണ് കൂട്ടി കഴിക്കാറ്. പക്ഷെ ഇനി കറി വേണമെന്നൊന്നുമില്ല അതിന് കേട്ടോ. കാരണം ഇതിന്റെ പുറമൊക്കെ നല്ല മുരിഞ്ഞും ഉൾഭാഗം നല്ല സോഫ്റ്റ് ആയിട്ടൊക്കെ ഇരിക്കുന്നത് കൊണ്ട് നമ്മൾ ചായയുടെ കൂടെ വെറുതെ കടിച്ച് കഴിക്കാനും നല്ല ടേസ്റ്റ് ആണ്. പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ വീഡിയോ കണ്ടു കഴിയുമ്പോൾ പറയും, ഇത്രയധികം എളുപ്പമാണോ പൊരിച്ച റവ പത്തിരി ഉണ്ടാക്കാനായിട്ടെന്ന്. അപ്പം ഒരു കാരണവശാലും മിസ് ചെയ്ത് തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കണം. അഭിപ്രായം പറയണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം. നിങ്ങളുടെ കമന്റ്സ് ആണ് എന്റെ ശക്തി. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ബട്ടന്റെ അടുത്തുള്ള ബെല്ലൈക്കണും കൂടെ പ്രസ് ചെയ്താൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടുള്ളൂ. പിന്നെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യണം. നിങ്ങൾ ഷെയർ ചെയ്താൽ മാത്രമേ നമ്മുടെ ചിക്കൂസ് ഡൈനിന്റെ വീഡിയോസ് എല്ലാവരിലേക്കും എത്തുള്ളൂ. അപ്പൊ അത് മറക്കരുത്. അപ്പൊ നമുക്ക് നല്ല ടേസ്റ്റുള്ള പൊരിച്ച റവ പത്തിരി എളുപ്പത്തിൽ തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് കാണാം. അപ്പൊ നമുക്ക് റവ പത്തിരി ഉണ്ടാക്കാനായിട്ട് 1 കപ്പ് പത്തിരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. വറുത്ത അരിപ്പൊടിയാണ്. ഇപ്പൊ പാക്കറ്റിൽ വാങ്ങിക്കുന്നതായാലും കുഴപ്പമില്ല. 1 കപ്പ് അരിപ്പൊടിക്ക് 1/2 കപ്പ് റവയാണ്, വറുത്ത റവയാണ്. അത് ഇട്ടിട്ടുണ്ട്. നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. 1.5 സ്പൂണൊക്കെ ഇട്ടിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് നല്ല തിളച്ച വെള്ളമാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. തിളച്ച ഉടനെ തന്നെ ഒഴിക്കണം. തിളക്കാനായിട്ട് വെയിറ്റ് ചെയ്യരുത്. തണുത്ത് പോകരുത് വെള്ളം. വെള്ളത്തിൻ്റെ അളവ് നമുക്ക് കറക്റ്റ് പറയാൻ പറ്റില്ല. കാരണം ഓരോ പത്തിരിപ്പൊടിക്കും അളവ് വ്യത്യാസം ഉണ്ടാവും വെള്ളത്തിൻ്റെ. അപ്പോൾ ഇങ്ങനെ കുഴച്ച് നോക്കുന്ന സമയത്ത് ഇവിടെ പച്ച അരിപ്പൊടി കാണുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെയൊക്കെ ഒഴിച്ചങ്ങ് മിക്സ് ചെയ്തെടുക്കാം. തീരെ അങ്ങ് ടൈറ്റും ആവരുത്, ഒരുപാട് അങ്ങ് ലൂസും ആയി പോകരുത്. ഇത് തണുക്കുന്ന സമയത്ത് ഒന്നുകൂടെ ഒന്ന് തിക്കാവുകയും ചെയ്യും. എല്ലായിടത്തും നന്നായിട്ട് നനഞ്ഞിട്ടുണ്ട്. പച്ചപ്പൊടിയൊന്നും എവിടെയും കാണാനില്ല. അതിപ്പോൾ പൊടിച്ച് വറുത്ത അരിപ്പൊടിയാണ്. ഇപ്പോൾ കുഴക്കാൻ അത്ര ബുദ്ധിമുട്ടൊന്നുമില്ല കേട്ടോ. ഇനി നിങ്ങൾ പത്തിരിക്ക് മാവ് കുഴക്കുന്നത് തിളച്ച വെള്ളത്തിലേക്ക് പൊടി ഇട്ടിട്ടാണെങ്കിൽ അങ്ങനെ ചെയ്താലും മതി. പക്ഷേ എനിക്ക് ഇതാണ് കംഫർട്ടബിൾ. പത്തിരിക്കും പൊരിച്ച പത്തിരിക്കും ഒക്കെ ഞാൻ ഇങ്ങനെ തന്നെയാണ് കുഴക്കാറ്. ഒരു കൺഫ്യൂഷനും ഇല്ല. നമുക്ക് ആവശ്യത്തിനുള്ള പൊടിയെടുത്ത് തിളച്ച വെള്ളം ഒഴിച്ച് അങ്ങ് കുഴയ്ക്കുക, അത്രയേ ഉള്ളൂ. ഇനിയിപ്പോൾ വെള്ളം പോരാന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ വെള്ളം തിളപ്പിച്ചിട്ട് ഒഴിച്ചാൽ മതി. ഒരു കാര്യം മാത്രമേ ഉള്ളൂ, നല്ല തിളച്ച വെള്ളം മാത്രമേ ഈ പൊടിയിലേക്ക് ഒഴിക്കാവുള്ളൂ. ഒന്ന് തണുത്ത് കഴിയുമ്പോൾ നമുക്ക് ഒന്ന് കുഴച്ചെടുക്കാം. ഇപ്പം കുറച്ചൊന്ന് തണുത്തിട്ടുണ്ട്. ഒരുപാട് അങ്ങ് തണുക്കാൻ വെയിറ്റ് ചെയ്യണ്ട. ചെറുതായിട്ടൊന്ന് ചൂട് മാറിയാൽ മതി. ഇതിലേക്ക് ഞാൻ ഒരു 1/2 കപ്പ് തേങ്ങ ഇട്ടിട്ടുണ്ട്, ചിരവിയ തേങ്ങ. നമുക്കിതിലേക്ക് ഒരു 6 ചുവന്നുള്ളി എടുത്തിട്ടുണ്ട് ഞാൻ. അത് നമുക്കൊന്ന് ചതച്ചെടുക്കാം. ഇപ്പോൾ ചതച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ മിക്സിയിൽ ചതക്കരുത് കേട്ടോ. അത് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനത്തെ പാത്രം ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു പലകയിൽ വെച്ച് എന്തെങ്കിലും കൊണ്ട് ഇടിച്ചിട്ട് ഒന്ന് ചതച്ചെടുത്താൽ മതി. കാരണം എന്താ വെച്ചാൽ മിക്സിയിൽ ചതയ്ക്കുമ്പോഴത്തേക്കും കുറച്ചൊന്ന് അരഞ്ഞു പോകും. നമുക്കിതിലേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന ഉള്ളി ഇട്ട് കൊടുക്കാം. നമ്മളിപ്പോൾ ഇങ്ങനെ ചതക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പത്തിരി ഫ്രൈ ചെയ്യുന്ന സമയത്ത് ഉള്ളി നന്നായിട്ട് മൊരിഞ്ഞ് നല്ലൊരു ഫ്ലേവർ പത്തിരിക്ക് കിട്ടും. പിന്നെ നല്ലൊരു സ്മെല്ലാണ് പത്തിരി ഉണ്ടാക്കുന്ന സമയത്ത്. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ പെരുംജീരകം ഇട്ടിട്ടുണ്ട്. അതൊന്ന് ജസ്റ്റ് ഒന്ന് കുത്തി കൊടുക്കാം. നമുക്ക് പെരുംജീരകം ചതച്ചത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പെരുംജീരകത്തിൻ്റെ ടേസ്റ്റ് ഇഷ്ടമല്ലെങ്കിൽ ഇടണ്ട കേട്ടോ. പക്ഷേ ഇട്ടാലാണ് കുറച്ചൊരു രുചി ഉണ്ടാവുക. ഇതിലേക്ക് ഒരു ടീസ്പൂണൊക്കെ കറുത്ത എള്ളാണ് ഇട്ട് കൊടുക്കുന്നത്. ഇത് ഓപ്ഷനിലാണ് കേട്ടോ. കറുത്ത എള്ള ഇല്ലാന്നുണ്ടെങ്കിൽ ഇടണം എന്നില്ല. ഇട്ടാൽ ഒരു ഭംഗിയാണ് കാണാനായിട്ട്. നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കൈ കൊണ്ട് തന്നെ കുഴച്ചെടുക്കണം. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കട്ടെ. നന്നായിട്ടൊന്ന് കുഴച്ചൊന്ന് വലിയൊരു ഉരുളയാക്കി വെക്കാം. ഇപ്പോൾ കുഴച്ച് ഉരുട്ടിയിട്ടുണ്ട്. നമുക്ക് കുറച്ച് എണ്ണ, വെളിച്ചെണ്ണയാണ് ഞാൻ ഒഴിക്കുന്നത്. 1 ടീസ്പൂണൊക്കെ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ആ എണ്ണയും കൂടെ കൂട്ടി നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഇപ്പോൾ നന്നായിട്ട് ഉരുട്ടി വെച്ചിട്ടുണ്ട്. ഇപ്പോഴും ചെറിയ ചൂടുണ്ട് കേട്ടോ. ഇത് നമുക്ക് അടച്ചു വെച്ചിട്ട് ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം. ഇത് കുഴച്ച് വെച്ചിട്ട് നമ്മൾ ചീനച്ചട്ടിയൊക്കെ കഴുകി അടുപ്പത്ത് വെച്ച് എണ്ണയൊക്കെ ഒന്ന് ചൂടായി വരുന്ന ഒരു സമയമില്ലേ, അത്രയും മതി. പത്തിരി ഉണ്ടാക്കാനായിട്ട് ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയാണ് പത്തിരി ഉണ്ടാക്കാൻ നല്ലത്.
ആവശ്യത്തിന് ഒഴിച്ചു കൊടുത്താൽ മതി. ഇതുപോലത്തെ ഒരു ചീനച്ചട്ടിയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് വെളിച്ചെണ്ണ വേണ്ടി വരില്ല. പരന്നതാകുമ്പം കൂടുതൽ വെളിച്ചെണ്ണ വേണ്ടി വരും. പിന്നെ ഞങ്ങൾ ഒരു പ്രാവശ്യം ഉപയോഗിച്ച വെളിച്ചെണ്ണ പിന്നെ ഉപയോഗിക്കില്ല. അപ്പോൾ പിന്നെ ഇത് ബാക്കി വേസ്റ്റാണ്. അപ്പോൾ ഞാൻ ഫ്രൈ ചെയ്യുന്നതൊക്കെ ഈ ഒരു ചീനച്ചട്ടി തന്നെയാണ് ചെയ്യുക. ഇപ്പം എണ്ണ ചൂടായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പത്തിരി ഒന്ന് പരത്തി എടുക്കാം. ഒരു ഉരുള എടുത്ത് നന്നായിട്ടൊന്ന് ഉരുട്ടി കയ്യിൽ വെച്ച് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. ഈ ഒരു തിക്നെസ് വേണം, എന്നാലേ നമ്മുടെ പത്തിരി നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു പത്തിരി ആയിട്ട് കിട്ടുള്ളൂ. അപ്പോഴേ നല്ല കഴിക്കാനായിട്ടും നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഉള്ളിലും കുറച്ചൊരു തിക്നെസ് വരണം. അപ്പോൾ ഈ ഒരു വലുപ്പത്തിൽ ഈ ഒരു തിക്നെസ്സിൽ പത്തിരി നമുക്ക് പരത്തിയെടുക്കാം. എത്ര എളുപ്പത്തിലല്ലേ പത്തിരി നമ്മൾ കുഴച്ചത്, പത്തിരി പരത്തിയത്. ഇനി ഫ്രൈ ചെയ്തെടുക്കാനും എളുപ്പമാണ്. ഇതായപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമുക്ക് പരത്തി വെച്ചിരിക്കുന്ന പത്തിരി ഇട്ട് കൊടുക്കാം. നന്നായിട്ട് മുങ്ങിക്കിടക്കത്തക്ക വിധത്തിലുള്ള എണ്ണ വേണേ. ഫ്ലെയിം അധികം ആവരുത്, ഒരുപാട് ഹൈ ഫ്ലെയിമിൽ വെക്കരുത്, ഒരുപാട് തീയും കുറഞ്ഞു പോകരുത്. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് നമുക്ക് പത്തിരി ഉണ്ടാക്കിയെടുക്കാം. കണ്ടത് പൊങ്ങി വന്നിട്ടുണ്ട്. ഇതുപോലെ പൊങ്ങി വരണം കുറച്ച്. ഇപ്പോൾ ഇത് ആയിട്ടുണ്ട്. അതിൻ്റെ ഒരു കളറൊക്കെ ചേഞ്ച് ചെയ്ത് ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ കളറായിട്ടുണ്ട്. നമുക്കെടുക്കാം. ശരിക്കും ഒട്ടും എണ്ണ ഒന്നും കുടിക്കില്ല കേട്ടോ. ഇത് ടിഷ്യൂ പേപ്പറിലേക്ക് മാറ്റി വെക്കാം. ഇതിപ്പോൾ അടുത്ത ഒരു ഉരുളയും കൂടി എടുത്ത് ഉരുട്ടി ഒന്ന് കയ്യിൽ വെച്ച് ഒന്ന് പ്രസ് ചെയ്ത് കണ്ടോ, ഈ ഒരു തിക്നെസ് പ്രസ് ചെയ്തിട്ടുണ്ട്. നമുക്ക് എണ്ണയിലിട്ട് കൊടുക്കാം. ഓരോന്നും ആ സമയത്ത് തന്നെ എടുത്ത് ഒന്ന് ഉരുട്ടി ഒന്ന് പരത്തി ഇട്ട് കൊടുത്താൽ മതി. നേരത്തെ തന്നെ പരത്തി വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പം പരത്തി അപ്പം ഉണ്ടാക്കിയെടുത്താൽ മതി. അപ്പം ഇത് ചെറുതായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് കണ്ടോ, എണ്ണയുടെ മുകളിൽ പൊങ്ങി നിൽക്കുന്ന കണ്ടോ. നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇതിപ്പോൾ ഞാൻ കുറച്ചായതുകൊണ്ടാണ് ഈ ഒരു ചെറിയ ചീനച്ചട്ടിയിൽ ഉണ്ടാക്കുന്നത്. ഇനി കുറേ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഒരു പരന്ന പാത്രത്തിൽ എണ്ണ ഒഴിച്ച് അതിലൊരു 3-4 എണ്ണം വെച്ചിട്ട് ഇട്ടിട്ട് ഉണ്ടാക്കിയെടുക്കാം. ഇപ്പോൾ ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഇപ്പോൾ വേണ്ടത് പൊങ്ങി വന്നിരിക്കുന്നത്. ഇപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് പൊങ്ങുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ തീ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്താൽ കേട്ടോ. തീ കൂടുതലായാലും തീരെ കുറഞ്ഞു പോയാലും അങ്ങനെ പൊങ്ങുകയില്ല. ഇതങ്ങ് ഒരുപാടൊക്കെ പൊങ്ങി നമ്മൾ പൂരി പോലെയൊന്നും പൊങ്ങുകയൊന്നുമില്ല കേട്ടോ. ഇതുപോലെ ബാക്കിയെല്ലാം നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമ്മുടെ പത്തിരി കുറച്ച് റെഡി ആയിട്ടുണ്ട്. ബാക്കി ആയിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ഇതിപ്പോൾ ഇത്ര മാത്രമല്ല ഉള്ളത്, ഒരു 12 മുതൽ 15 എണ്ണം വരെ നമുക്ക് ഈ ഒരു അളവ് കൊണ്ട് ഉണ്ടാക്കിയെടുക്കാം. ഇപ്പോൾ ഒരു 4 പേർക്കൊക്കെ കഴിക്കാനുണ്ടാവും. നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഞാൻ ഇതിൻ്റെ ടെക്സ്ചർ കാണിച്ചു തരാം. ചെറുതുണ്ടോ, നല്ല ക്രിസ്പി ആയിട്ടിരിക്കുന്നുണ്ടോ. മുറിച്ച് കാണിച്ചു തരാം. കണ്ടോ, നല്ല സോഫ്റ്റ് ആയിട്ടാണുള്ളത്. കണ്ടോ, ഇതിൻ്റെ മേലത്തെ ലെയർ ഇങ്ങനെയാണുള്ളത്. മേലത്തെ ലെയർ നല്ല ക്രിസ്പി ആയിട്ടാണുള്ളത്, ഉള്ളിൽ നല്ല സോഫ്റ്റും ആയിട്ടാണുള്ളത്. ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. നല്ല ടേസ്റ്റ് ഉണ്ട്. പുറമേ നല്ല ക്രിസ്പിയാണ്, ഉള്ളിൽ നല്ല സോഫ്റ്റാണ്. നല്ല ചൂടോടുകൂടി കഴിക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ്. ചിക്കൻ കറിയുടെ കൂടെയാണ് ഏറ്റവും ബെസ്റ്റ്. ഇത് വെറുതെ വൈകുന്നേരങ്ങളിൽ കഴിക്കാനും നല്ലതാണ്. ഇതിൻ്റെ ലാസ്റ്റ് പത്തിരിയാണ് ഞാൻ ഇടാൻ പോകുന്നത്. കണ്ടോ, എണ്ണ കണ്ടോ, എണ്ണ ഒട്ടും കുറഞ്ഞിട്ടില്ല. എണ്ണ പിന്നെ ഒഴിച്ചിട്ടുമില്ല, അതേ എണ്ണ തന്നെയാണ്. അതുകൊണ്ട് നമ്മുടെ ഒട്ടും പേടിക്കേണ്ട, എണ്ണ ഒട്ടും നമ്മുടെ പത്തിരിയിലേക്ക് പിടിക്കില്ല. നമുക്ക് ലാസ്റ്റ് പത്തിരി ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഇത് പൊങ്ങി വന്നിട്ടുണ്ട് കണ്ടോ. നമുക്ക് എണ്ണയെടുത്ത് മാറ്റാം. കണ്ട എത്ര പെട്ടെന്നാണ് നമ്മൾ പൊരിച്ച റവ പത്തിരി ഉണ്ടാക്കി കഴിഞ്ഞത്. എളുപ്പമല്ലേ ഉണ്ടാക്കാനായിട്ട്, നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ ഇതാണ് ചിക്കൂസ് ഡൈൻ ചായക്കട സ്പെഷ്യൽ റവ പത്തിരി. എല്ലാവരും ഉണ്ടാക്കി നോക്കുക, അഭിപ്രായം പറയണം. ഇതൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ആയിട്ടും ഈവനിങ് സ്നാക്കായിട്ടും ഡിന്നറിനൊക്കെ കഴിക്കാം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ടിൽ ദെൻ സ്റ്റേ ഹാപ്പി, സ്റ്റേ പോസിറ്റീവ്. ബൈ. ഓക്കെ, ഹൈറ്റ് കുറവല്ലേ, എന്താ ചെയ്യാ.